Today we are going to discuss about VLIW architecture. So very large instruction word architecture. So very large instruction word architecture എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് they have an instruction word length of 100 bits. അതായത് ഇവിടുത്തെ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻസ്ട്രക്ഷൻ വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വലുതാണ്. ആ ഇൻസ്ട്രക്ഷൻ വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഉള്ളത് എല്ലാം ഡിഫറെൻറ്റ് സ്മോൾ ഇൻസ്ട്രക്ഷൻസ് ആണ്. സോ ഡിഫറെൻറ്റ് സ്മോൾ ഇൻസ്ട്രക്ഷൻസിനെ ഒരുമിച്ചാക്കി ഒരു വലിയ ഇൻസ്ട്രക്ഷൻസ് ആക്കുന്നതാണ് വെരി ലാർജ് ഇൻസ്ട്രക്ഷൻ വേർഡ് ആർക്കിടെക്ചറിൻ്റെ ബേസ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഇറ്റ് ഈസ് ബിൽഡ് അപ്പോൺ ടു മെയിൻ കോൺസെപ്റ്റ്സ്: സൂപ്പർ സ്കെയിലർ പ്രോസസ്സിംഗ് ആൻഡ് ഹൊറിസോണ്ടൽ മൈക്രോ കോഡിംഗ്. സൂപ്പർ സ്കെയിലർ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ഫങ്ഷണൽ യൂണിറ്റ്സ് വർക്ക് കൺകറൻ്റ്ലി ഓൺ എ കോമൺ ലാർജ് രജിസ്റ്റർ ഫയൽ ഈസ് ഷെയർഡ്. സോ സൂപ്പർ സ്കെയിലർ പ്രോസസ്സിംഗ് എന്താണെന്ന് നമുക്കറിയാം. അറ്റ് എ ടൈമിൽ കൺകറൻ്റ് ആയിട്ട് മൾട്ടിപ്പിൾ ഫങ്ഷണൽ യൂണിറ്റ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരേ ഒരു ലാർജ് ആയിട്ടുള്ള ഒരു രജിസ്റ്റർ ഫയലിലാണ് ഷെയർ ചെയ്തിട്ട് അതിൽ വർക്ക് ചെയ്യുന്നു. ഹൊറിസോണ്ടൽ മൈക്രോ കോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൺ ലാർജ് ഇൻസ്ട്രക്ഷൻ വേർഡ് ആയിരിക്കും. ഇതിപ്പോൾ 100 ബിറ്റ്സ് ഉള്ള ഒരു ഇൻസ്ട്രക്ഷൻ വേർഡ് ആയിരിക്കും. ആ ഇൻസ്ട്രക്ഷൻ വേർഡിൻ്റെ അകത്ത് ഇറ്റ് ക്യാരീസ് ഒപ്കോഡ്സ് ടു മൾട്ടിപ്പിൾ ഫങ്ഷണൽ യൂണിറ്റ്സ്. അതായത് സിംഗിൾ ഇൻസ്ട്രക്ഷൻ ആയിരിക്കില്ല ഈ 100 ബിറ്റിലും ഉള്ളത്. ഡിഫറെൻറ്റ് ഒപ്കോഡ്സ് ഫോർ ടു മൾട്ടിപ്പിൾ ഫങ്ഷണൽ യൂണിറ്റ്സ്. ഇപ്പോൾ ഫെച്ച് ചെയ്യാനായിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ടാകാം, മൾട്ടിപ്ലൈ ചെയ്യാൻ, ഡിവൈഡ് ചെയ്യാൻ. സോ ഇതെല്ലാം ഈ ഒരേ ഒരു ഇൻസ്ട്രക്ഷൻ വേർഡിൻ്റെ അകത്ത് ഇറ്റ് ക്യാൻ ഹാവ് മൾട്ടിപ്പിൾ ഫങ്ഷണൽ യൂണിറ്റ്സിലേക്ക് ഉള്ള ഒപ്കോഡ്സ് ഒരുമിച്ച് ഉണ്ടാകാൻ പറ്റും. ദാറ്റ് ഈസ് കോൾഡ് ഹൊറിസോണ്ടൽ മൈക്രോ കോഡിംഗ്. So programs written in conventional short opcodes are converted into a VLIW format by a compiler through code optimization. So നമ്മളുടെ കയ്യിൽ ഒരു കമ്പൈലർ ഉണ്ട്. ദാറ്റ് കമ്പൈലർ വിൽ ബി കൺവേർട്ടിംഗ് ഇൻ ടു എ VLIW ഫോർമാറ്റ് ത്രൂ കോഡ് ഒപ്റ്റിമൈസേഷൻ. അതായത് ഡിപ്പെൻഡൻസീസ് എല്ലാം നോക്കി പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത കോഡുകളെ നമ്മൾ ഒരൊറ്റ ഇൻസ്ട്രക്ഷൻ വേർഡിലേക്ക് ഡിഫറെൻറ്റ് ഇൻസ്ട്രക്ഷൻസിനെ കൊണ്ടുവന്ന് ഒരുമിച്ചാക്കി വയ്ക്കുന്നു. അങ്ങനെ വയ്ക്കുന്ന ജോലി ചെയ്യുന്നത് കമ്പൈലറാണ്. സോ കമ്പൈലർ വിൽ ഡൂ ദാറ്റ് കോഡ് കോമ്പാക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യുന്നു. ഇങ്ങനെ ആ ഇൻസ്ട്രക്ഷൻസിനെ, ആ ഇൻസ്ട്രക്ഷൻ വേർഡിൻ്റെ അകത്ത് കുറേ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും. എല്ലാം ചെറിയ കുറേ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും. അതിനെ എല്ലാത്തിനെയും പാരലലി നമുക്ക് കൺകറൻ്റ് ആയിട്ട് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അതാണ് സൂപ്പർ സ്കെയിലർ പ്രോസസ്സിംഗ് ഉണ്ടെന്ന് പറയുന്നത്. സോ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സേ നമ്മളുടെ കയ്യിൽ ഒരു ഓപ്പറേഷൻ ഉണ്ട്. സേ ഫസ്റ്റ് OP രജിസ്റ്റർ 1, രജിസ്റ്റർ 2, രജിസ്റ്റർ 3 ആൻഡ് പ്രെഡിക്കേറ്റ്. സോ ഇത് മൊത്തത്തിൽ ഒരു 41 ബിറ്റ് ഇൻസ്ട്രക്ഷൻ ആണ്. ആ ഇൻസ്ട്രക്ഷനെ മൊത്തം എടുത്ത VLIW ഇൻസ്ട്രക്ഷൻ കോഡിംഗ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് വാട്ട് ഹാപ്പൻസ് ഈസ് ഈ ഇൻസ്ട്രക്ഷൻ 2 എന്ന് പറയുന്നത് ഇറ്റ് കണ്ടെയ്ൻസ് ദിസ് മച്ച് ഓഫ് സ്റ്റഫ്. 41 ബിറ്റിൽ OP ഉണ്ട്, രജിസ്റ്റർ 1, രജിസ്റ്റർ 2, രജിസ്റ്റർ 3 ആൻഡ് പ്രെഡിക്കേറ്റ്. ഇതിലുള്ള എല്ലാ കാര്യങ്ങളും ഇതിലേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. സെയിം വേ അങ്ങനത്തെ വി ക്യാൻ ഹാവ് മെനി ഇൻസ്ട്രക്ഷൻസ് ഓഫ് ദിസ് ടൈപ്പ്. സോ ഒരു VLIW ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ കൊടുത്തിരിക്കുന്നത്. സേ ഒരു VLIW ഒരൊറ്റ വേർഡിൻ്റെ അകത്ത് ഇതൊരു ഇൻസ്ട്രക്ഷനാണ്. ഈ 4 എണ്ണം കാണിച്ചേക്കുന്നത് ഒരു ഇൻസ്ട്രക്ഷൻ വേർഡാണ് ഇത് ഫുള്ളി പറയുന്നത്. ഒരു ഇൻസ്ട്രക്ഷൻ വേർഡിൻ്റെ അകത്ത് വി ക്യാൻ ഹാവ് മൾട്ടിപ്പിൾ സ്മോളർ ഇൻസ്ട്രക്ഷൻസ്. സേ ആഡ് R1, R2, R3, load R4, R5 plus R4, move R6, R2, mul R7, R8, R9. ഇത് എല്ലാം നമുക്ക് പാരലലായിട്ട് കൺകറൻ്റ്ലി ഡിഫറെൻറ്റ് ഫങ്ഷണൽ യൂണിറ്റ്സിലേക്ക് കൊടുത്ത് നമുക്ക് പാരലലി നമുക്കിത് ഓരോന്നും ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് ഒരു വെരി ലാർജ് ഇൻസ്ട്രക്ഷൻ വേർഡിൻ്റെ എക്സിക്യൂഷൻ. അതായത് നമ്മുടെ ഇൻസ്ട്രക്ഷൻ വേർഡ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഒരു ഇൻസ്ട്രക്ഷന് പകരം
മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻസ്. ആ മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻസ് നമുക്ക് അറ്റ് എ ടൈമിൽ കൺകറൻ്റ് ആയിട്ട് ഇതെല്ലാം അറ്റ് എ ടൈമിൽ ചെയ്യാനായിട്ട് പറ്റും. ദാറ്റ് ഈസ് വാട്ട് വെരി ലാർജ് ഇൻസ്ട്രക്ഷൻ വേർഡ് ആർക്കിടെക്ചർ ഇസ് അബൌട്ട്. So sorry. So this is an example for a very long instruction word instruction. Say we have an original program like E equal to A plus B into C plus D and B plus plus. ഇതാണ് നമ്മുടെ ഒറിജിനൽ പ്രോഗ്രാം എന്നിരിക്കട്ടെ. So what our compiler does is it makes it into different instructions. See A എന്ന് പറയുന്നത് R1 equal to A plus B, R2 equal to next instruction R2 equal to C plus D. Next instruction C is E equal to R1 into R2. Next D is B equal to B1 plus 1, B plus 1. So we made it into a much smaller version of the original program. സോ ഇതിൻ്റെ ഒരു ഡിപ്പെൻഡൻസി ഗ്രാഫ് വരയ്ക്കണം, എന്നാൽ മാത്രമേ ഡിപ്പെൻഡൻസി ഇല്ലാത്തതിനെ നമുക്ക് ഒരുമിച്ച് വയ്ക്കാനായിട്ട് പറ്റുള്ളൂ. സോ എ ഈസ് ഫ്ലോ ഡിപ്പെൻഡൻ്റ് ഓൺ സി, ബി ഈസ് ഫ്ലോ ഡിപ്പെൻഡൻ്റ് ഓൺ സി ആൻഡ് എയും ഡിയും തമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ ദർ ഇസ് എ റിസോഴ്സ് ഡിപ്പെൻഡൻസി ഉണ്ട്. രണ്ടിടത്തും ബി എന്ന് പറയുന്ന സാധനം യൂസ് ചെയ്യുന്നുണ്ട്. ബി എവിടെയാണെന്ന് അറിയണം, എന്നാൽ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ ഇതാണ് ഇതിൻ്റെ ഡിപ്പെൻഡൻസി ഗ്രാഫ്. ഈ ഡിപ്പെൻഡൻസി ഗ്രാഫ് നോക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു VLIW ഇൻസ്ട്രക്ഷൻ കൊടുക്കാം. സോ 0 എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രക്ഷൻ വേർഡും 01 എന്ന് പറയുന്നത് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ വേർഡും. സോ ഇവിടെ മൾട്ടിപ്ലൈ R1 R2, E എന്ന് പറയുന്നത് ഒരു നെക്സ്റ്റ് ഇൻസ്ട്രക്ഷനായിട്ടും ബാക്കിയുള്ളതിനെ നമ്മൾ അഡീഷൻസിനെ എല്ലാം ഒരു ഇൻസ്ട്രക്ഷനായിട്ടും വച്ചേക്കുവാണ്. NOP മീൻസ് നോ ഓപ്പറേഷൻസ്, ബിക്കോസ് അവിടെ നമുക്ക് ചെയ്യാനൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ നോ ഓപ്പറേഷൻ വച്ചു. സോ ഇതിനെ നമുക്ക് പാരലലി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ദിസ് ഈസ് ഹൗ വി മേക്ക് എ വെരി ലോങ് ഇൻസ്ട്രക്ഷൻ വേർഡ്. സോ വെരി ലോങ് ഇൻസ്ട്രക്ഷൻ വേർഡ്, it describes a computer processing architecture in which a language compiler or preprocessor breaks the program down into basic operations. സോ നമ്മുടെ ഇവിടെ നേരത്തെ കണ്ട പോലെ നമ്മളുടെ ഒരു പ്രോഗ്രാം എടുത്താൽ അതിനെ ബേസിക് ആയിട്ടുള്ള അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ആയിട്ട് നമ്മൾ അതിനെ ബ്രേക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ദീസ് ഓപ്പറേഷൻസ് ആർ പുട്ട് ഇൻ ടു എ വെരി ലോങ് ഇൻസ്ട്രക്ഷൻ വേർഡ് which can take apart into further analysis, handing each operation to a appropriate functional unit. ഇതിൻ്റെ അകത്ത് ഓരോ ഇൻസ്ട്രക്ഷനെയും ഓരോ ഫങ്ഷണൽ യൂണിറ്റ്സിലേക്ക് കൊടുക്കുന്നു. സോ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നു. സോ ഇവിടുത്തെ മെയിൻ ലോഡ് ചെയ്യുന്നത് ഫുള്ള് ആ ഒരു കമ്പൈലറാണ്, ആ ഒരു ഡിവിഷൻ വർക്കാണ്. അതായത് ഇവിടുത്തെ ഈ ഒരു പ്രോഗ്രാമിനെ, ഒറിജിനൽ പ്രോഗ്രാമിനെ ഈ ഒരു 3 അഡ്രസ് കോഡാക്കി മാറ്റുന്ന പ്രോസസ്സാണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അല്ലാതെ എക്സിക്യൂട്ട് ചെയ്യാൻ വലിയ സമയമൊന്നും കൊടുക്കില്ല. ഇവിടെ അഡീഷൻ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഈ ഓപ്പറേഷൻസ് ചെയ്യാനായിട്ട് ടൈമൊന്നും എടുക്കില്ല. സോ ഹാർഡ്വെയറിന് വലിയ പണിയില്ല. ഇവിടുത്തെ കമ്പൈലറിനാണ് ഏറ്റവും കൂടുതൽ വർക്ക് ലോഡ് ഉള്ളത്. കമ്പൈലർ ഷുഡ് ബി ആൻ ഇൻ്റലിജൻറ്റ് കമ്പൈലർ, എന്നാൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. സോ ഹിയർ വി ഹാവ് മൾട്ടിപ്പിൾ ഫങ്ഷണൽ യൂണിറ്റ്സ് ദാറ്റ് ആർ യൂസ്ഡ് കൺകറൻ്റ്ലി. ദേ ഓൾ ഷെയർ എ കോമൺ രജിസ്റ്റർ ഫയലാണ് യൂസ് ചെയ്യുന്നത്. So different fields of long instruction word carry opcodes to be dispatched to different functional units ആയിരിക്കും. ഒരു എണ്ണത്തെ ഒരു പെർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻ തന്നെ ആയിരിക്കില്ല നമ്മൾ ചെയ്യുന്നത്. ഈച്ച് തിങ് വിൽ ബി ഗിവൺ ടു ഡിഫറെൻറ്റ് ഫങ്ഷണൽ യൂണിറ്റ്സ്. അതായത് മേ ബി വൺ ഓപ്പറേഷൻ ഇസ് ടു move from a memory location to a register. Next one will be maybe to add 2 numbers. Next one may be to multiply 2 numbers. So each one is dispatched to different functional units. The programs written in conventional short instruction word must be compacted together to form a VLIW instruction.
ദിസ് കോഡ് കോമ്പാക്ഷനും ഇറ്റ് മസ്റ്റ് ബി ഡൺ ബൈ എ കമ്പൈലർ. ആ കമ്പൈലർക്ക് ആണ് ഇവിടുത്തെ മെയിൻ ഡ്യൂട്ടീസ് എല്ലാം. കമ്പൈലറാണ് ആ കോഡിനെ കോമ്പാക്റ്റ് ചെയ്ത് ആ ഒരു സിംഗിൾ ഇൻസ്ട്രക്ഷൻ വേർഡിലേക്ക് കൊണ്ടുവരുന്നത്. കമ്പൈലർ ഷുഡ് ഓൾസോ പ്രെഡിക്റ്റ് ബ്രാഞ്ച് ഔട്ട്കംസ് യൂസിങ് സം ഹ്യൂറിസ്റ്റിക് മെത്തേഡ്സ്. അതായത് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ ഇഫ് പോലത്തെ ബ്രാഞ്ചിങ് ഒക്കെ ഉള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് വരാം. അതായത് ഒരു കണ്ടീഷന് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ വരാം. സോ അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ കമ്പൈലറാണ് ഇത് ദിസ് ക്യാൻ ബി റൺ ഇൻ പാരലൽ ഓർ നോട്ട് എന്ന് നമുക്ക് ആദ്യമേ അറിയാൻ പറ്റില്ല. അത് നമ്മൾ ഹ്യൂറിസ്റ്റിക് അപ്രോച്ചുകൾ യൂസ് ചെയ്ത് റൺ ടൈമിൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ നോക്കിയിട്ട്, അതായത് ഇത് രണ്ടെണ്ണം പാരലൽ റൺ ചെയ്താൽ കുഴപ്പമുണ്ടോ ഇല്ലയോ എന്ന് മുൻകൂറായിട്ട് നമ്മൾ നോക്കിയിട്ട് വേണം ഇതിൻ്റെ കറക്റ്റ് വേർഡിൽ ഫിറ്റ് ചെയ്യാനായിട്ട്. അതെല്ലാം കമ്പൈലറിൻ്റെ ജോലിയാണ്. സോ കമ്പൈലർ മസ്റ്റ് ബി സോ ഇൻ്റലിജൻറ്റ്. ജസ്റ്റ് ഒരു ഡം കമ്പൈലർ കൊണ്ട് ഇത് വർക്ക് ചെയ്യില്ല. ഇതിൻ്റെ അകത്ത് ഹാർഡ്വെയറിൻ്റെ ജോലി ഈസ് വെരി വെരി ലെസ്. കമ്പൈലറിൻ്റെ ജോലിയാണ് ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് ഉള്ളത്. സോ VLIWൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോംപ്ലെക്സിറ്റി ഈസ് മൂവ്ഡ് ഫ്രം ഹാർഡ്വെയർ ടു സോഫ്റ്റ്വെയർ. ഹാർഡ്വെയർ എന്ന് പറയുന്നത് സ്മോളർ ആൻഡ് ചീപ്പർ ആവാം. സോഫ്റ്റ്വെയർ ദാറ്റ് ഇസ് ദ കമ്പൈലർ മസ്റ്റ് ബി കമ്പൈലറിൻ്റെ ഡിസൈനാണ് ഇവിടെ ചലഞ്ച്. ഇറ്റ് മസ്റ്റ് ബി ഇൻ്റലിജൻറ്റ് ഇനഫ് ടു ബിൽഡ് എ വെരി ലോങ് ഇൻസ്ട്രക്ഷൻ വേർഡ്. ഡൈനാമിക് പ്രീ പ്രോസസ്സിങ് എല്ലാം വേണ്ടി വരും ഈ പ്രോഗ്രാമിൽ. ഡൈനാമിക് പ്രീ പ്രോസസ്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രോഗ്രാമിൻ്റെ അകത്ത് ഇഫ് ദർ ഇസ് എൻ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്, ആ ഇഫ് ട്രൂ ആകുമോ ഫോൾസ് ആകുമോ എന്ന് റൺ ടൈമിലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ റൺ ടൈമിൽ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ VLIW ഇൻസ്ട്രക്ഷൻ വേർഡ് ഉണ്ടാക്കാൻ പറ്റില്ല. സോ വി ഹാവ് ടു റൺ സം പ്രെഡിക്ഷൻസ്. ഇത് യെസ് ആവാനുള്ള പ്രോബബിലിറ്റി എത്ര, നോ ആവാനുള്ള പ്രോബബിലിറ്റി എത്ര. സോ ഇത് യെസ് ആവുകയാണെങ്കിൽ ഇതിനോട് കൺകറൻ്റ് ആയിട്ട് ഏതൊക്കെ വരാൻ പാടില്ല. ലൈക്ക് ദാറ്റ് ഇറ്റ് മേക്സ് എ ഡീറ്റെയിൽ സ്റ്റഡി ആൻഡ് ദെൻ ഇറ്റ് അസൈൻസ് ഇൻസ്ട്രക്ഷൻ വേർഡ്സ്. So this is a typical VLIW architecture. ഒരു ഷെയർഡ് രജിസ്റ്റർ ഫയൽ ഉണ്ട്. ദെൻ മൾട്ടിപ്പിൾ ഫങ്ഷണൽ യൂണിറ്റ്സ്, ദാറ്റ് ഈസ് സ്റ്റോർ യൂണിറ്റ്, ഫ്ലോട്ടിംഗ് പോയിൻ്റ് ആഡ് യൂണിറ്റ്, ഇൻറ്റിജർ ALU, ബ്രാഞ്ച് യൂണിറ്റ്, ഇതെല്ലാം പാരലലി ആണ് വർക്ക് ചെയ്യുന്നത്. അറ്റ് എ ടൈം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർഡും ആണ്. രജിസ്റ്റർ ഫയൽസ് ഷെയർ ചെയ്ത് കൺകറൻ്റ്ലി വർക്ക് ചെയ്യുന്നു. ദെൻ വി ഹാവ് എ ടിപ്പിക്കൽ VLIW. ഒരു VLIWൻ്റെ ഒരു വേർഡ്, ഇൻസ്ട്രക്ഷൻ വേർഡ് ഉണ്ട്. സോ അതെല്ലാം പാരലലി നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ ദിസ് ഈസ് ഓഫ് ഡിഗ്രി M = 3. സോ വാട്ട് പൈപ്പ്ലൈനിങ്, എങ്ങനെയാണ് ഇതിൻ്റെ പൈപ്പ്ലൈനിങ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഫെച്ചും ഡീകോഡും നമ്മുടെ പഴയ പോലെ തന്നെയാണ്. പക്ഷേ എക്സിക്യൂട്ട് വരുമ്പോഴാണ് ഇറ്റ് ക്യാൻ എക്സിക്യൂട്ട് മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻസ് അറ്റ് എ ടൈം. So instruction parallelism and data movement in VLIW architectures എല്ലാം കമ്പൈൽ ടൈമിൽ നമ്മൾ സ്പെസിഫൈ ചെയ്യണം. സോ ദി എക്സിക്യൂട്ട് സ്റ്റേജിന് മൾട്ടിപ്പിൾ ഓപ്പറേഷൻസ് ആയിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ CPI എന്ന് പറയുന്നത് സൂപ്പർ സ്കെയിലാറിനേക്കാളും കുറവാണ്. സോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സൂപ്പർ സ്കെയിലാർ ആൻഡ് VLIW? സോ ഡീകോഡിങ് VLIW ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് മച്ച് ഈസിയർ ആണ് സൂപ്പർ സ്കെയിലാറിനേക്കാളും. കോഡ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഓഫ് സൂപ്പർ സ്കെയിലാർ ഈസ് ബെറ്റർ ബിക്കോസ് കോഡ് കുറച്ചുകൂടി കുറവാണ്. VLIWൻ്റെ കോഡ് എന്ന് പറയുന്നത് വെരി വെരി ഹൈ ആണ്. ഇവിടെ VLIW ഫോർമാറ്റിൽ നോൺ എക്സിക്യൂട്ടബിൾ ഓപ്പറേഷൻസ് വയ്ക്കാനായിട്ടും ഓപ്ഷൻ ഉണ്ട്. വേറെ സൂപ്പർ സ്കെയിലാറിൽ എക്സിക്യൂട്ടബിൾ ഇൻസ്ട്രക്ഷൻസ് മാത്രമേ ഉള്ളൂ. എ സൂപ്പർ സ്കെയിലാർ മെഷീൻ ക്യാൻ ബി ഒബ്ജക്റ്റ് കോഡ് ഒപ്റ്റിമൈസബിൾ, ഒബ്ജക്റ്റ് കോഡ് കോമ്പാറ്റബിൾ വിത്ത് എ ലാർജ് ഫാമിലി ഓഫ് നോൺ പാരലൽ മെഷീൻസ്. VLIW ആണെങ്കിൽ ഇറ്റ് എക്സ്പ്ലോയിറ്റ് ഡിഫറെൻറ്റ് എമൗണ്ട് ഓഫ് പാരലിസം ആൻഡ് റിക്വയർ ഡിഫറെൻറ്റ് ഇൻസ്ട്രക്ഷൻ സെറ്റ് ആയിരിക്കും. സോ ഇൻസ്ട്രക്ഷൻ പാരലിസം ആൻഡ് ഡാറ്റ മൂവ്മെൻറ്റ് in VLIW architecture are completely specified at compile time.
സോ VLIWയിൽ എല്ലാം കമ്പൈൽ ടൈമിൽ ഫിഗേർഡ് ഔട്ട് ആണ്. അവിടെ കമ്പൈലറിൻ്റെ ജോലിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. റൺ ടൈം ഈസ് വെരി വെരി ഈസി. ഹാർഡ്വെയർ കോസ്റ്റ് വളരെ കുറവാണ്. സോ റൺ ടൈം, റിസോഴ്സ് ഷെഡ്യൂളിംഗ്, സിങ്ക്രണൈസേഷൻ ഇതൊക്കെ നമ്മൾ എലിമിനേറ്റ് ചെയ്തേക്കാണ്. റൺ ടൈമിൽ ഒരു പരിപാടിയില്ല, ജസ്റ്റ് അത് റൺ ചെയ്താൽ മാത്രം മതി. അപ്പോൾ പെട്ടെന്ന് എല്ലാം പെട്ടെന്ന് കിട്ടും. ആ ഒരു കമ്പൈലിംഗ് പ്രോസസ്സാണ് ഇവിടെ ഏറ്റവും കൂടുതൽ. So one can view a VLIW processor, an extreme example of a superscalar processor in which all independent, all unrelated operations are already synchronously compacted together in advance. So നമുക്ക് സൂപ്പർ സ്കെയിലറിൻ്റെ ഒരു അഡ്വാൻസ്ഡ് കേസായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ VLIWനെ പറയാം. സൂപ്പർ സ്കെയിലർ പറയുമ്പോൾ നമ്മൾ അറ്റ് എ ടൈമിൽ കുറേ ഒരു 3 or 5 ഇൻസ്ട്രക്ഷൻസ് പെർ സൈക്കിളിൽ നമ്മൾ കൊണ്ടുവരുവാണ്, ഇഷ്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ അവർ തമ്മിൽ കോൺഫ്ലിക്ട്സ് ഉണ്ടെങ്കിൽ 3 എണ്ണമൊന്നും ഒരുമിച്ച് കൊണ്ടുവരാൻ പറ്റത്തില്ല. നമ്മളപ്പോൾ അതിനനുസരിച്ച് കുറച്ചേ കൊണ്ടുവരാൻ പറ്റുള്ളൂ. സോ അവിടെ ഒരു ഡൈനാമിക് ആസ്പെക്റ്റ് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു സൂപ്പർ സ്കെയിലറിൽ. VLIW വന്നപ്പോൾ നമ്മൾ ഇതെല്ലാം കമ്പൈൽ ടൈമിൽ ഫിഗേർഡ് ഔട്ടാണ്. അങ്ങനെയുള്ള എല്ലാം കമ്പൈൽ ടൈമിൽ ഫിഗേർഡ് ഔട്ട് ആയിട്ടുള്ള ഓൾ ഇൻഡിപെൻഡൻറ്റ്, ഓൾ അൺറിലേറ്റഡ് ഓപ്പറേഷൻസ് സിങ്ക്രണസ്ലി ആൻഡ് കോമ്പാക്റ്റഡ് ടുഗെദർ ആണ് നമ്മുടെ VLIWൻ്റെ പ്രോസസ്സർ എന്ന് പറയുന്നത്. സോ CPI എന്ന് പറയുന്നത്, VLIWൻ്റെ CPI എന്ന് പറയുന്നത് സൂപ്പർ സ്കെയിലറിനേക്കാളും കുറവാണ്. സ്ട്രെങ്ത്, പാരലലിസം, ഇൻസ്ട്രക്ഷൻ ലെവലിലാണ്. ഹാർഡ്വെയർ എന്ന് പറയുന്നത് വെരി വെരി സ്മോൾ, അല്ലെങ്കിൽ ഒത്തിരി ഇതായിട്ടുള്ളതൊന്നും വേണ്ട, ബിക്കോസ് എല്ലാം കമ്പൈലറിൻ്റെ ജോലിയാണ്. ഹാർഡ്വെയറിലേക്ക് വരുമ്പോൾ വളരെ കുറച്ച് ജോലിയേ വരുന്നുള്ളൂ. സോ ഹാർഡ്വെയർ ഇസ് റെഗുലർ ആൻഡ് സ്ട്രെയിറ്റ് ഫോർവേഡ്. ആർക്കിടെക്ചർ ഇസ് കമ്പൈലർ ഫ്രണ്ട്ലി. എക്സെപ്ഷൻസ് ആൻഡ് ഇൻറപ്റ്റ്സ് ആർ ഈസിലി മാനേജ്ഡ് ആണ് ഇവിടെ. റൺ ടൈം ബിഹേവിയർ എന്ന് പറയുന്നത് ഹൈലി പ്രഡിക്റ്റബിൾ ആണ്. എല്ലാം നമ്മൾ നേരത്തെ മുൻകൂട്ടി ചെയ്തു വെച്ചിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് റൺ ടൈം ബിഹേവിയർ എന്ന് പറയുന്നത് പ്രഡിക്റ്റബിൾ ആണ്. വീക്ക്നെസ്, നോ ഒബ്ജക്റ്റ് കോഡ് കോമ്പാറ്റബിലിറ്റി ബിറ്റ്വീൻ ജനറേഷൻസ്. സോ ഡിഫറെൻറ്റ് ജനറേഷൻസിൽ നമുക്ക് കോമ്പാറ്റബിലിറ്റി കിട്ടില്ല. പ്രോഗ്രാം സൈസ് ഇസ് ഹൈ. കമ്പൈലർ എന്ന് പറയുന്നത് എക്സ്ട്രീംലി കോംപ്ലെക്സ് ആണ്. അസംബ്ലി കോഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ്. ഡിഫിക്കൽട്ടി വിത്ത് വേരിയബിൾ മെമ്മറി ലാറ്റൻസി, അതായത് ക്യാഷിംഗ് ഒക്കെ വന്നു കഴിയുമ്പോൾ എങ്ങനെ ചെയ്യുന്നുള്ളത് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്. ഇറ്റ് ക്യാൻ ബി വെരി, മെമ്മറി സിസ്റ്റം എന്ന് പറയുന്നത് വെരി കോംപ്ലെക്സ് ആണ്. പിന്നെ ചില അൽഗോരിതംസിന് പാരലലിസം ഇസ് അണ്ടർ യൂട്ടിലൈസ്ഡ്. ഇപ്പോൾ നമുക്കിതൊന്നും ആവശ്യമില്ലാത്ത സിസ്റ്റംസ് വരെയാണെങ്കിൽ. സോ സൂപ്പർ സ്കെയിലർ വേഴ്സസ് VLIW. മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻ പെർ സൈക്കിൾ രണ്ടിനും ഉണ്ട്. മൾട്ടിപ്പിൾ ഓപ്പറേഷൻസ് ഓർ ഇൻസ്ട്രക്ഷൻ സൂപ്പർ സ്കെയിലറിനില്ല. ഫോർ VLIW യെസ്, ബിക്കോസ് നമുക്കിപ്പോൾ എല്ലാം ഡിഫറെൻറ്റ് ഓഫ് കോഡിന് വേണ്ടിയിട്ടുള്ളതാണ്. സോ മൾട്ടിപ്പിൾ ഓപ്പറേഷൻസിൻ്റെ തന്നെ ആണ് നമ്മൾ ഇവിടെ ഒരു വേർഡിലേക്ക് കൊണ്ടുവന്നേക്കുന്നത്. സോ യെസ്. ഇൻസ്ട്രക്ഷൻ സ്ട്രീം പാസിംഗ് സൂപ്പർ സ്കെയിലറിനുണ്ട്, VLIWനില്ല. റൺ ടൈം അനാലിസിസ് ഓഫ് രജിസ്റ്റർ ഡിപ്പെൻഡൻസീസ് ഇറ്റ് ഈസ് നോട്ട് നീഡഡ് ഇൻ VLIW. എല്ലാം നമ്മൾ കമ്പൈൽ ടൈമിൽ ഫിഗേർഡ് ആണ്. റൺ ടൈം അനാലിസിസിൻ്റെ ഒന്നും ആവശ്യം നമുക്ക് VLIWയിൽ വരുന്നില്ല. മെമ്മറി ഡിപ്പെൻഡൻസീസ്, റൺ ടൈം അനാലിസിസ് ഓഫ് മെമ്മറി ഡിപ്പെൻഡൻസീസ് മേ ബി ഒക്കേഷണലി VLIWയിൽ വരാം. ഇറ്റ് ഈസ് നോട്ട് കമ്പൽസറി. നമ്മുടെ തിയററ്റിക്കൽ കേസിൽ ഇറ്റ് മേ നോട്ട് ഹാപ്പൻ. റൺ ടൈം ഇൻസ്ട്രക്ഷൻ റീഓർഡറിങ് ഇറ്റ് മേ നോട്ട് ഹാപ്പൻ, VLIWയിലില്ല, സൂപ്പർ സ്കെയിലറിലുണ്ട്. റൺ ടൈം രജിസ്റ്റർ അലോക്കേഷൻ മേ ബി വരാതിരിക്കാം. ബട്ട് ഐഡിയൽ കേസിൽ രജിസ്റ്റർ അലോക്കേഷൻ ഒന്നും റൺ ടൈമിലില്ല ഫോർ VLIW. സൂപ്പർ സ്കെയിലറിന് വരാം. സോ ദാറ്റ് ഈസ് അബൌട്ട് സൂപ്പർ സ്കെയിലർ ആർക്കിടെക്ചർ. താങ്ക് യു.